നമസ്കാരം, KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോഴും അമ്പലപ്പുഴയിൽ എച്ച് സലാമും ജി സുധാകരനും തമ്മിലുള്ള വാക്പോരിന് ശമനമില്ല. എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് കഞ്ഞിക്കുഴിയുടെ കാർഷിക മേഖലയെ വളർത്തുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പി പ്രസാദ്. കഞ്ഞിക്കുഴിയിലെ കർഷകർക്കൊപ്പം മന്ത്രിയുടെ കാർഷിക പഠനയാത്ര. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിലാണ് മുന്നണികൾ. സംസ്ഥാനം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. മൂന്നാം LDF സർക്കാർ വരുമെന്ന ഉറച്ച പ്രതീക്ഷ വെച്ച് ഇടതുപക്ഷം മുന്നോട്ടു പോകുമ്പോൾ എക്സിറ്റ് പോളുകൾ നൽകിയ ആത്മവിശ്വാസത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ വരെ എത്തി നിൽക്കുകയാണ് UDF ക്യാമ്പും. സംസ്ഥാനത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കുന്നതിനൊപ്പം ജയിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം രണ്ടക്കത്തിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയാണ് NDA മുന്നണിക്കും ഉള്ളത്. എന്തായാലും ജനവിധി ആരുടെ പ്രതീക്ഷയ്ക്കൊപ്പമാകും നിൽക്കുക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാവുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള വാഗ്വാദങ്ങൾ തുടരുകയാണ്. അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി എച്ച് സലാമും CPM വിട്ട് UDF പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനും തമ്മിലുള്ള തർക്കമാണ് പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത്. വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വീണ്ടും ഇരുവരും നേർക്കുനേർ എത്തി. ജി സുധാകരൻ തനിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയെന്നും സുധാകരന്റെ മുഖം ജനം തിരിച്ചറിയണമെന്നും അഭിപ്രായപ്പെട്ട് എച്ച് സലാമാണ് ആദ്യം വെടിനിർത്തൽ ലംഘിച്ചത്. സലാം തോൽവി ഉറപ്പിച്ചെന്നും ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്നും തൊട്ടുപിന്നാലെ ജി സുധാകരൻ തിരിച്ചടിച്ചു. ഇതിന് എച്ച് സലാം ഫേസ്ബുക്കിലൂടെയാണ് മറുപടി നൽകിയത്. ആർക്കാണ് ഭ്രാന്ത് പിടിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം മനസ്സിലാക്കിയെന്നായിരുന്നു സലാമിന്റെ മറുപടി. സുധാകരൻ CPMകാർക്ക് പഴയതുപോലെ ക്ലാസ് എടുക്കാൻ വരണ്ട, സുധാകരന്റെ മുഖം ജനം തിരിച്ചറിയണം. ഇതിനായി നവമാധ്യമം വഴി പരമ്പര എഴുതും. പരമ്പരയുടെ പേരും ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടു. സൂര്യനമ്പൂതിരി മുതൽ കൽപ്പകവാടി വരെ എന്ന പേരിലാണ് പരമ്പര എഴുതുക. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം 10 ദിവസത്തിനുള്ളിൽ പരമ്പര എഴുതി തുടങ്ങുമെന്നും സലാം പറയുന്നു. സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും. തനിക്കെതിരെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയ BJP സ്ഥാനാർത്ഥിക്കും നേതാക്കൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സലാം വ്യക്തമാക്കുന്നു. കഞ്ഞിക്കുഴിയിലെ കർഷകർക്കൊപ്പം കാർഷിക യാത്രയുമായി മന്ത്രി പി പ്രസാദ്. എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയായി കഞ്ഞിക്കുഴിയെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. കഞ്ഞിക്കുഴിയിലെ കർഷകർക്കൊപ്പം ഇടുക്കി ജില്ലയിലെ കുളമാവിലും വാഴത്തോപ്പ് പഞ്ചായത്തിലും കാർഷിക സന്ദർശനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കഞ്ഞിക്കുഴി പച്ചക്കറി ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രയിലാണ് മന്ത്രി പി പ്രസാദ് ആദ്യാവസാനം വരെ പങ്കെടുത്തത്. കഴിഞ്ഞ 5 വർഷമായി കഞ്ഞിക്കുഴിയിലെ കർഷകർ അല്ലെങ്കിൽ അവിടുത്തെ കൃഷികൾ ഞാനും കൂടി കൃത്യമായ എന്നവണ്ണം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൃഷി രീതികളും കർഷകരുമെല്ലാം തന്നെയാണ്. 5 വർഷവും കഞ്ഞിക്കുഴിയിലെ കൃഷിക്കൊപ്പമാണ് ഞാനും നിലയുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കഞ്ഞിക്കുഴിയുടെ കൃഷി രീതികൾ എൻ്റെയും കൂടി കൃഷി രീതികളായി മാറുന്ന അനുഭവം തന്നെ ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ കൃഷി കാര്യങ്ങളുടെ ഒരു പഠനം എന്നുള്ള തരത്തിലേക്കാണ് ഇടുക്കി ജില്ലയിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ ഇടുക്കി ഒരു ഹൈ റേഞ്ച് മേഖലയാണ്. കഞ്ഞിക്കുഴി നമ്മുടെ തീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരിടമാണ്. എന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്ന ചില കൃഷി കാര്യങ്ങൾക്കകത്ത് ഇവരുടെ കൂടി ഉപദേശം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് കർഷകനിൽ നിന്ന് പഠിക്കുക എന്ന അടിസ്ഥാനത്തിൽ ഇത്തരമൊരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയായിരുന്നു. കൃഷി വകുപ്പുമായി ചേർന്ന് ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയിലെ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മാതൃകാ കർഷകൻ്റെ കൃഷിയിടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഒരു നല്ല കൃഷി അനുഭവമാണ് അതെല്ലാം. ഇപ്പോൾ തന്നെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന കുരുമുളക് പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വലിയ പ്രയോജനമായിരുന്നു അഗസ്റ്റിൻ്റെ അനുഭവങ്ങൾ. ഇവിടുത്തെ കൃഷിയിടങ്ങൾ നേരിട്ട് കണ്ടപ്പോഴായിരുന്നു അപ്പോൾ ഏത് ഇനമായിരിക്കും ഏറ്റവും നല്ലത്, എങ്ങനെയായിരിക്കും അതെല്ലാം കൃഷി ചെയ്യേണ്ടത്, മെച്ചപ്പെട്ട വിളവ് കിട്ടാൻ ഉപകരിക്കുന്നത് എങ്ങനെയാണ് ഈ കുരുമുളക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് വലിയ മാറ്റങ്ങൾ അനിവാര്യമാണെന്നെല്ലാം ഇവിടെ ഇരിക്കുന്ന കർഷകർക്കടക്കമുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തി. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കർഷകനിൽ നിന്ന് പഠിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നി. കാരണം അദ്ദേഹത്തിന് എൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാനുള്ള ആ സുമനസ് ഉണ്ടായതിൽ ഞാൻ മന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ആ പ്രദേശത്തെ
ഈ കർഷക കൂട്ടായ്മയെ പറ്റി ഏറെ പത്രത്തിൽ വായിച്ച് കേൾക്കുകയും നമ്മൾ വളരെയധികം അറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഈ എൻ്റെ കൃഷി സ്ഥലം കാണാൻ വന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. അവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കഞ്ഞിക്കുഴി കൃഷിഭവനും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് 16-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിലെ കർഷകർക്കായി കൃഷി പഠന യാത്ര ഒരുക്കിയത്. ടീം കഞ്ഞിക്കുഴിയോടൊപ്പം കൃഷി പഠന യാത്രയിൽ ബസ്സിൽ കൃഷിമന്ത്രി കർഷകരോടൊപ്പം പൂർണ്ണസമയം പങ്കെടുത്തത് വേറിട്ട അനുഭവമായി മാറി. കഞ്ഞിക്കുഴിയിൽ നിന്ന് പുറപ്പെട്ട സംഘം ഇടുക്കിയുടെ സുഗന്ധവിളകൾ കൃഷി ചെയ്യുന്ന മാതൃകാ കൃഷിത്തോട്ടം സന്ദർശിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൂനമാവ് അഗസ്റ്റിനും കുടുംബവും നടത്തുന്ന പഴവർഗ്ഗങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും കൃഷിയിടത്തിലും ഏറെ സമയം ചിലവഴിച്ചു. കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിൽ വിജയകരമായി കുരുമുളക് കൃഷി ചെയ്യാൻ കഴിയുന്ന രീതി കർഷകൻ അഗസ്റ്റിൻ വിശദമായി അവതരിപ്പിച്ചു. കൂളമാവിൽ പ്രവർത്തിക്കുന്ന കപ്പൂച്ചിൻ ആശ്രമത്തിലെ വൈദികൻ ഫാദർ ഡോക്ടർ ജിജോ കുര്യന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭൂമിശാസ്ത്രവും കൃഷി സംസ്കൃതിയും ആഴത്തിൽ പഠിപ്പിക്കുന്ന ഗൈഡഡ് ടൂർ സംഘവും പഠനയാത്രയിൽ പങ്കാളികളായി. ഖാദി ധരിക്കൂ, ചൂടിനെ പ്രതിരോധിക്കൂ എന്ന സന്ദേശവുമായി ഖാദി വസ്ത്രങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള ക്യാമ്പയിൻ നടപ്പാക്കുന്നു. ചൂട് കൂടുകയാണ്. ഈ വേനലിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഖാദിയെ കൂട്ടുപിടിക്കാം. കൈകൊണ്ട് നൂറ്റ് കൈകൊണ്ട് നെയ്തെടുത്ത ശുദ്ധമായ ഖാദി വസ്ത്രങ്ങൾ നൂലിനിടയിലെ വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിനാൽ ഇതിനെ ശ്വസിക്കുന്ന വസ്ത്രം എന്നും വിളിക്കുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നത് പോലെ വേനൽക്കാലത്ത് പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക എന്നത് ഇന്ന് ഏറെ പ്രസക്തമാണ്. മെയ് മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 200ഓളം ഷോറൂമുകളിൽ 30% വരെ വിലക്കുറവിൽ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ആലപ്പുഴയിലെ കളക്ടറേറ്റ് റോഡ്, ചേർത്തലയിലെ കാളികുളം, ചങ്ങനാശ്ശേരി റോഡ്, വെൺമണി എന്നിവിടങ്ങളിലെ ഖാദി സൗഭാഗ്യ ഷോറൂമുകളിലും ഈ ആനുകൂല്യം ലഭിക്കും. മികച്ച നിലവാരത്തിലുള്ള ഖാദി ഷർട്ടുകൾ, മുണ്ടുകൾ, കോട്ടൺ സിൽക്ക് സാരികൾ, ചുരിദാർ മെറ്റീരിയലുകൾ എന്നിവയ്ക്ക് പുറമെ പ്രകൃതിദത്തമായ സോപ്പുകൾ, ചന്ദനത്തിരികൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ സജ്ജം. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തനിമാർന്ന മെല്ലന് ഷർട്ടുകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിംഗ് സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. സർക്കാർ ബാങ്ക് ജീവനക്കാർക്കായി പലിശരഹിത തവണ വ്യവസ്ഥയിൽ 1 ലക്ഷം രൂപ വരെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം. ഈ വേനലിൽ നമുക്ക് പ്രകൃതിയും തദ്ദേശ നെയ്ത്തുകാരും ചേർത്ത് പിടിക്കാം. ഖാദി ധരിക്കാം, ചൂടിനെ പ്രതിരോധിക്കാം. കേരള ദുരിത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി. മനുഷ്യൻ്റെ ശരീരത്തിൽ ചൂട് അധികം ഏൽക്കാതിരിക്കാൻ വേണ്ടി ഖാദി വസ്ത്രങ്ങൾ ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഒരു കവചം സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയാം, ഖാദി എന്ന് പറയുന്നത് പരുത്തി എന്ന വസ്ത്രത്തിൽ നിന്നും പഞ്ഞിക്കായലയുടെ ആ പഞ്ഞിയെടുത്ത് അത് നൂലാക്കി, ചർക്കയിൽ നൂലാക്കി അത് വസ്ത്രമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും, പ്രത്യേകിച്ച് ചൂട് കാലത്തും തണുപ്പ് കാലത്തും, ചൂടിനെ പ്രതിരോധിക്കാനും തണുപ്പിനെ പ്രതിരോധിക്കുവാനും ഖാദിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന ഖാദി ബോർഡ് മെയ് 1 മുതൽ ഈ മാസം അവസാനം വരെ 30% വിലക്കുറവോടുകൂടി ഖാദി വസ്ത്രങ്ങൾ വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിശക്തമായ വേനൽ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പരുത്തി വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ചൂടിനെ പ്രതിരോധിക്കാൻ നന്നായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖാദിക്ക് ഈ സമ്മർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് 30% വരെ വിലക്കുറവിൽ എല്ലാവർക്കും എത്തിക്കാനൊരു ശ്രമം നടത്തി വരികയാണ്. അപ്പോൾ അത് പൊതുജനങ്ങളിലൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു കാലയളവിൽ സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ജീവനക്കാർക്കും 1 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടി നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. തണ്ണീർമുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ AICC ജനറൽ സെക്രട്ടറിയും MPയുമായിരുന്ന കെ വാസുദേവ പണിക്കരുടെ 38ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. അന്തരിച്ച ജനനായകൻ കെ വാസുദേവ പണിക്കരുടെ സ്മരണ പുതുക്കി തണ്ണീർമുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുചേർന്നു. രാവിലെ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പ്രിയ നേതാവിന് ആദരവർപ്പിച്ചു. തുടർന്ന് NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചേർത്തല നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KR രാജേന്ദ്രപ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TT സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി S ശരത്, DCC ഭാരവാഹികളായ ശശീന്ദ്രൻ, സജി കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു മനുഷ്യായുസിന്റെ പകുതിയിലധികം കാലം ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടി വളരുകയും വളരുകയും കൂട്ടിച്ചേരുകയും ചെയ്യുന്നതെല്ലാം പല സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ആദരണീയായ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയോടൊപ്പം സജീവമായി പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു ശ്രീ വാസുദേവ പണിക്കർ.
അദ്ദേഹത്തെക്കുറിച്ച് ശ്രീ ശരത്ത് പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയാൻ സാധിക്കില്ല. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായി, ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭരണത്തിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് അതിശക്തമായ പോരാട്ടം നടത്തിയ നേതാക്കളിലൊരാളായ ശ്രീ വാസുദേവൻ, ആദരണീയനായ ശ്രീ എ കെ ആന്റണിയും ശ്രീ വയലാർ രവി സാർ അടക്കം, ശ്രീ വാസുദേവപ്പണിക്കടക്കം, എ സി ജോസും എ സി ജോർജൻ അടക്കമുള്ള കേരളത്തിൽ സമുന്നതരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവർ എറണാകുളത്ത് ഒരുമിച്ച് കൂടി മാസ് ഹോട്ടൽ എന്ന് പറയുന്ന ആ ഹോട്ടലിൽ തമ്പടിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ യാത്ര ചെയ്യുവാനോ പ്രവർത്തനങ്ങൾക്ക് പോലും പോകുവാനോ പ്രയാസമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, എന്തിന് ആഹാരം കഴിക്കുവാൻ പോലും നിവൃത്തിയില്ലായിരുന്ന ഘട്ടത്തിൽ പോലും അവരെല്ലാം അവിടെ സംഘടിച്ചുകൊണ്ട്, അവിടെ താമസിച്ചുകൊണ്ട്, മാസ് ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് അതിശക്തമായ പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ഹോട്ട്ലൈൻ ബന്ധമുള്ള ഒരു നേതാവ്, രാജ്യത്തെ കോൺഗ്രസ് ഏത് തലത്തിലേക്ക് ചലിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന വളരെ അതിശക്തനായ ഒരു നേതാവ് നമ്മുടെ ചേർത്തലയിൽ നമ്മുടെ തൊട്ടടുത്തായിരുന്നു എന്ന് ഞങ്ങളൊക്കെ വളരെ വൈകിയാണ് അറിയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബിട്ടാ സിംഗിനെ എന്ന ആഭ്യന്തരമന്ത്രി അടക്കം ഉള്ളവരാണ് അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവരുന്നത്. ബൂട്ടാ സിംഗ് അന്ന് ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വയലാർ കരാട്ടെ ടീമിന്റെയും PRCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശ സൈക്കിൾ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. എന്ന ഉണർവിന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന ഈ യുവതലമുറ നമുക്ക് കരുത്തായിരിക്കട്ടെ. വയലാർ കരാട്ടെ ടീമിന്റെയും PRCയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. നാഗംകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് PRC സ്റ്റേഡിയത്തിലേക്ക് നടന്ന സൈക്കിൾ റാലി വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ സ്ലോഗന്റെ പ്രാധാന്യം PRCയും വയലാർ കരാട്ടെ ടീം എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന പൊതുസമൂഹത്തിന് ബോധ്യമാകും. സ്പോർട്സാണ് ലഹരി, ലഹരി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എക്സൈസ് വകുപ്പും എല്ലാം നടത്തുന്നതോടൊപ്പം തന്നെ വയലാർ PRCയും കരാട്ടെ ടീമും സംയുക്തമായി ഈ പരിപാടി സംഘടിപ്പിക്കുകയാണ്. പൊതുസമൂഹം പലപ്പോഴും ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന സ്ഥിതി നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. പ്രധാനമായും ലഹരിക്ക് അടിമയാകുന്ന ഇടങ്ങൾ ബഹുഭൂരിപക്ഷവും സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിനെയും കോളേജിനെയും മറ്റ് പൊതു ഇടങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട വ്യാപാരവും വിപണനവും എല്ലാം നടക്കുന്നു. കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് R സുരാജ് ഫ്ളാഗ് ഓൺ കർമ്മം നിർവഹിച്ചു. വയലാർ കരാട്ടെ ടീം പ്രസിഡന്റ് സാംസൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കരാട്ടെ ടീം സെക്രട്ടറി SU സിയുമോൻ, PRC വൈസ് പ്രസിഡന്റ് UG ഉണ്ണി, PS മുരളീധരൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. റാലിക്ക് ശേഷം സ്പോർട്സ് ആണ് ലഹരി എന്ന വിഷയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. ചേർത്തല എക്സൈസ് ഇൻസ്പെക്ടർ രജിത്താർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PD കലേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് സമാഹരണം മെയ് 6 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മധ്യ തെക്കൻ കേരളത്തിലെ പുരാതന പള്ളികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ആരാധനാലയമാണ് വടുതല കാട്ടുപുറം പള്ളി. കേരളീയ തച്ചുശാസ്ത്രത്തിന്റെ മികവ് നിലനിർത്തുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ട കാട്ടുപുറം പള്ളി കാലപ്പഴക്കം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിർബന്ധിതമായിരിക്കുകയാണ്. 500-ലേറെ പേർക്ക് ഒരേ സമയം പ്രാർത്ഥന നടത്താവുന്ന രീതിയിൽ പഴമയുടെ തനിമയും നിർമ്മാണ ചാരുതയും നിലനിർത്തിക്കൊണ്ടാണ് പുതിയ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. മെയ് 6 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർമ്മാണ പ്രവർത്തികളുടെയും ഫണ്ട് സമാഹരണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി ഉൾപ്പെടെയുള്ള നിരവധി മത സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കും. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് PA ഷംസുദ്ദീൻ, സെക്രട്ടറി M കബീർ, ട്രഷറർ SK റഹമത്തുള്ള, മാനേജർ KE ഇഷാദ് ഹമീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ഏറ്റവും പ്രബലമായ മഹല്ല് ജമാഅത്തുകളിൽ ഒന്നാണ് വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത്.
അരുകുറ്റി, പാണാവള്ളി വില്ലേജുകൾ ഉൾപ്പെടുന്ന 3000-ഓളം മുസ്ലിം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല് ജമാഅത്താണ് വടുതല. വടുതലയിൽ 1703 ഇംഗ്ലീഷ് മാസം 1703 ആദ്യമായി മധ്യതെക്കൻ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു. വേമ്പനാട് കായലിൻ്റെ തീരത്ത്, കിഴക്കേ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ തീരത്തോട് ഓടത്തോട് ചേർന്ന് അങ്ങൊരു ഓല തയ്ക്കാവായിട്ട് ഒരു മസ്ജിദ് എന്ന് പറയുന്ന ജുമാ നമസ്കാരം ഇല്ലാത്ത ഒരു ഓല തയ്ക്കാവായിട്ട് 1703 ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ വടുതലയിലെ ഇസ്ലാം മത വിശ്വാസികൾ ഇതോടനുബന്ധിച്ച് പല വിവിധ ഭാഗങ്ങളിൽ നിന്നും വടുതലയിലേക്ക് താമസം മാറ്റുകയും അത് ക്രമേണ വർദ്ധിച്ച് ഇപ്പോൾ 3000-ഓളം മുസ്ലിം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഈ വടുതല ജമാഅത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ വരുന്ന മെയ് 6-ാം തീയതി 2026 മെയ് 6-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആദരണീയനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുട്ടുക്കോയ തങ്ങൾ അവர்கள் നിർവഹിക്കുകയാണ്. ഇനി നോക്കാം ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർത്തല ജിക്ക ശുദ്ധജല വിതരണ പദ്ധതിയുടെ മെയിൻ പൈപ്പ് ലൈനിൽ പത്മാഷി കവലയ്ക്ക് വടക്കുവശം IOC പെട്രോൾ പമ്പിന് സമീപം രൂപപ്പെട്ട ലീക്ക് പരിഹരിക്കുന്നതിനാൽ ഈ മാസം 5-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 7-ാം തീയതി വ്യാഴാഴ്ച വരെ അരൂർ, എഴുപുന്ന, കോടംതുരുത്ത്, കുത്തിയതോട്, തുറവൂർ, പട്ടണക്കാട്, കടക്കരപ്പള്ളി, വയലാർ എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായി ജലവിതരണം മുടങ്ങുമെന്ന് കേരള ജല അതോറിറ്റി ഹെഡ് വർക്ക് സബ് ഡിവിഷൻ തൈക്കാട്ടുശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് ജല അതോറിറ്റിയോട് സഹകരിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോഴും അമ്പലപ്പുഴയിൽ H സലാമും G സുധാകരനും തമ്മിലുള്ള വാക്പോരിന് ശമനമില്ല. എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് കഞ്ഞിക്കുഴിയുടെ കാർഷിക മേഖലയെ വളർത്തുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പി പ്രസാദ്. കഞ്ഞിക്കുഴിയിലെ കർഷകർക്കൊപ്പം മന്ത്രിയുടെ കാർഷിക പഠനയാത്ര. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.